ഇപ്പോൾ B6-യും XEV9-യും അപ്പോഴത്തെ നമ്മൾ പെർഫോമൻസ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ 6-7 സെക്കൻഡിലൊക്കെ 0 to 100 6.7 6.8 സെക്കൻഡ്സിൽ എത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ അത്രയും പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാഡ് ടു ബൈ RSO അല്ലെങ്കിൽ GTI ഇങ്ങനത്തെ വണ്ടികൾ മേടിക്കണം. ഐ എം നോട്ട് സെയിങ് ഇത് ഈക്വൽ കമ്പാരിസൺ അല്ല, ഐ എം ജസ്റ്റ് സെയിങ് ഓൺലി ആക്സലറേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇതിനകത്തുള്ളൊരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. എല്ലാ ജനറേഷനിലും ഒരു സ്കെയറി ആയിട്ടുള്ളൊരു വണ്ടി ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഇത് പേടിക്കണം. നമുക്ക് പണ്ട് നോക്കുകയാണെങ്കിൽ RD350 ഉണ്ടായിരുന്നു, പിന്നെ ഷോഗൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഡ്യൂക്കാണ്, പൾസർ, മറ്റേ കരിസ്മ, എല്ലാത്തിനും ഒരു സമയത്ത് എല്ലാത്തിനും അങ്ങനെ ഒരു ഇച്ചിരി ഒരു പേടിക്കണ സാധനമുണ്ട്. ഇത് അതുപോലെ പേടിക്കേണ്ടി വരുമെന്ന് എനിക്ക് നല്ല തോന്നലുണ്ട്. കാര്യം റിയർ വീൽ ഡ്രൈവ് ആണ്. ഹാഫ് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് നോ ഹൗ ടു ഹാൻഡിൽ പവർഫുൾ റിയർ വീൽ. നമ്മൾ പഠിക്കേണ്ടി വരും. അതെ അത് ഒരിക്കൽ എറർ നടന്നു പിന്നെ ട്രൈ ചെയ്യില്ല. ദിസ് ഇസ് ഗോയിങ് ടു ബി റൺ അവേ ഹിറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു മാസ് മാർക്കറ്റിലെ ആൾക്കാർക്ക് ഒരു നല്ല പവർഫുൾ റിയർ വീൽ ഡ്രൈവ് കാർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും.